ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ദ എക്സ്പ്ലോറിംഗ് എന്തൂസിയസ്റ്റ്. അപ്പം നമ്മളിന്ന് വൈക്കത്തെ കുറച്ച് വിശേഷങ്ങളും സ്പോട്ടുകളൊക്കെയാണ് കേട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും യാസീനും കൂടെ ഇന്ന് വൈക്കത്ത് വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതാണ്. പിന്നെ ക്യാമറ കയ്യിലുള്ളതുകൊണ്ടും കുറച്ച് ടൈമും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വൈക്കത്തെ കുറച്ച് സ്പോട്ടുകൾ എടുത്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെന്നത് വൈക്കം ബീച്ചിലേക്കാണ് കേട്ടോ. വൈക്കം ബീച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ബീച്ചല്ല, വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്നൊരു ബാക്ക് വാട്ടറാണ്. അപ്പോൾ അതിലേക്കൂടെ ബോട്ട് സർവീസും കാര്യങ്ങളും ചെറിയ ബോട്ട് ജെട്ടിയും ഒക്കെ ഉണ്ട്. പിന്നെ അതിലേക്കൂടെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ ചെന്ന് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു, മൊത്തം കുളമായി. എന്നാലും പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു ജങ്കാറൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2-3 കാറും ബൈക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ 3-4 പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ ചെറിയ ബോട്ട് ജെട്ടിയും ഇതൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് നമുക്ക് വലിയ രീതിയിൽ കാണാനൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാനും കാണാനൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വള്ളത്തിൽ പോയി മീനൊക്കെ പിടിച്ചിട്ട് വന്നാന്ന് തോന്നുന്നു. മഴ കാരണം തിരിച്ച് കയറുവാണ്. രാവിലെ തൊട്ടേ ഒരു ക്ലൈമറ്റ് അത്ര സുഖമുള്ള ക്ലൈമറ്റ് ആയിരുന്നില്ല, നല്ല രീതിയിൽ മഴയും കാറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി മൊത്തം വിഷ്വൽസോ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊന്നും പകർത്തിയെടുക്കാൻ പറ്റിയില്ല. പിന്നെ വെയിലും ഇല്ലായിരുന്നു, ആകാശമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഇരുണ്ടും മൂടി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് നമ്മുടെ വൈക്കത്തൊരു ഫിഷ് ഫാം ആയിരുന്നു കേട്ടോ. അക്വാ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ചെന്നതേ നേരെ എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു അപ്പുറത്തും ഇപ്പുറത്തോട്ടെല്ലാം ഫുള്ള് കുളങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. നമുക്ക് ഇത് തോട്ടകം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വൈക്കത്തു നിന്ന്. അപ്പോൾ വൈവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടിപൊളിയായിരുന്നു കേട്ടോ. നേരെ കയറി ചെന്ന് കുറച്ചൊന്ന് അകത്തോട്ട് ചെന്ന് വലത്തേക്ക് തിരിയുമ്പോഴാണ് ഇതിൻ്റെ ഫ്രണ്ട് ഓഫീസ് വരുന്നത്. പിന്നെ കാര്യമായിട്ടുള്ള ബോർഡും കാര്യങ്ങളൊന്നും ഇവർ ഫ്രണ്ട് സൈഡിലൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് വഴിയൊന്നും പെട്ടെന്ന് മനസ്സിലാകില്ല. ഞാൻ അവിടെ ചോദിച്ചാണ് ഇവിടേക്ക് ചെന്നത്. പക്ഷേ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയാൽ ഈ സ്ഥലം അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളി ഒരു പ്ലേസാണ്. അപ്പോൾ ഞാൻ നേരെ ചെന്ന് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അപ്പോൾ 250 രൂപയുടെയും 500 രൂപയുടെയും 2 ടിക്കറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ 250-യാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിൽ നേരെ ആദ്യം ചെന്ന് കണ്ടത് അക്വേറിയമാണ് കേട്ടോ. ഇവിടെ പലതരം വെറൈറ്റി മീനുകളുണ്ട്. ഇതിനകത്തെ മിക്ക മീനുകളെയും നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെ ആയതുകൊണ്ട് വെറൈറ്റി മീനുകളുടെ വിഷ്വൽസ് മാത്രമേ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഗൈഡായിട്ട് ഗീത എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് വന്നത്. ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. അവിടുത്തെ സ്റ്റാഫുകൾ അടിപൊളിയാണ്. അവർ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ കൂടെ ഒപ്പം ഓടി വന്ന് നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു തരുമോ, പറഞ്ഞു തരുമോ, സംശയങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരുമോ ഒക്കെ ചെയ്യും. പിന്നെ ഇത് മാത്രമല്ല, ഈ ചെറിയ 250 രൂപയുടെ പാക്കേജിൽ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് അതും കുടിച്ച് ഞാൻ അവിടെ ചെന്നപ്പം ഇങ്ങനെ പലതരം മീനുകളൊക്കെ ഉണ്ട്. ഈ ഒരു വെറൈറ്റി മീൻ കേട്ടോ. ഞാൻ ആദ്യം കാണുവാണ്, ഫെദർ ഫിഷ് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ TV-യിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. ഇവനൊരു തൂവൽ ഒഴുകി നടക്കുന്ന പോലെയാണ് കേട്ടോ ഒഴുകി നടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ്. ദേഹം മൊത്തം, അതായത് കണ്ണാടി പോലെ നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ്. അക്വേറിയത്തിൽ ഇവൻ കിടപ്പുണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാകില്ല. അതുപോലെയാണ്. അതിൻ്റെ ഹെഡ് മാത്രം ചെറിയൊരു ബ്ലാക്ക് കളറുണ്ട്, അങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും ഈ നങ്ക എന്നൊക്കെ പറഞ്ഞ് കടലിലുള്ളൊരു കഴിക്കുന്ന മീനാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ നേരിട്ട് കാണുന്നത്, അല്ലാതെ TV-യിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ ഈ അലിഗേറ്റർകാരനെ എല്ലാവർക്കും അറിയായിരിക്കും. ഇവനെ അറിയാത്തവരായിട്ട് ആരും കാണില്ല. മിക്കടത്ത് ഇപ്പോൾ വിൽക്കാനും വളർത്താനും ഒക്കെ ഉണ്ട്. പലരുടെ വീട്ടിലും വളർത്തിയതും പിന്നെ അവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. ഡേഞ്ചറസ് ആണ് ആൾ. ഇത് ഫെദർ ഫിഷിൻ്റെ തന്നെ വേറൊരു ഇനമാണ് കേട്ടോ. അവനെപ്പോലെ തന്നെ കുറച്ചുകൂടെ ഒരു ചെറിയ വ്യത്യാസമൊന്നേ ഉള്ളൂ. അപ്പോൾ ഇവനെ കാണാൻ നല്ല രസമാണ്. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഒഴുകി നടക്കുന്നത്. പിന്നെ ഇതിൽ വേറെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആളാണ് കേട്ടോ. പാരറ്റ് എന്നാണ് വിളിക്കുന്നത്. ഏകദേശം ഒരു തത്തേനെ പോലെ തന്നെ ഇരിക്കും. ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മളോട്. പക്ഷേ മറ്റ് മീനുകളോട് അത്ര ഫ്രണ്ട്ലി അല്ല. അതുകൊണ്ടാണ് ഇവനെ മാറ്റി ഒറ്റയ്ക്കിട്ടേക്കുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ഹോർമോൺ കൊടുത്ത് കളർ മാറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. ഈ കളറല്ല, ശരിക്കും ഇവൻ വൈറ്റ് കളറാണെന്നാണ് പറഞ്ഞത്. ഇവൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ ഒരു കുഞ്ഞും കൂടെ കിടപ്പുണ്ട് കേട്ടോ. അവനെ വേറെ മാറ്റിയിട്ടേക്കുന്നത്. ഫുൾ വൈറ്റ്, ഇത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. അടിപൊളിയാണ് ഇവരുടെ നടപ്പും പിന്നെ ശൈലികളും ഒക്കെ. അതുപോലെ തന്നെ പിന്നെ വേറെ പല വെറൈറ്റി നട്ടർ പോലത്തെ മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന വൈറ്റ് മീനിന് ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര റേറ്റ് ആണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇമ്പോർട്ടഡ് സാധനമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഒരു നങ്കിനെയും കൂടെ കണ്ടു. ഇവനെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ക്ലോസ് ആയിട്ട് കണ്ടത് കേട്ടോ. പിന്നെ വേറൊരു കരിമീൻ ഇവിടെ സൈഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് അവൻ്റെ ബോഡിയിലുള്ള ലൈനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ഈലാണ്. നമ്മുടെ ഇവിടെ മലയാളത്തിൽ ബ്ലാങ്, മലിഞ്ഞിൽ അങ്ങനെയൊക്കെ പല രീതിയിൽ പേരുണ്ട് കേട്ടോ ഇവന്. ലാസ്റ്റ് നമ്മൾ അവനെയും കണ്ട് അക്വേറിയത്തിൽ നിന്ന് ഇറങ്ങി മൊത്തത്തിലൊന്ന് ചുറ്റി കാണാമെന്ന് ഓർത്തപ്പം ചേച്ചി പറഞ്ഞു ഇവിടെ ലൈവായിട്ട് ഫിഷിന് ഫീഡ് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്.
അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഈ ഫിഷിൻ്റെ ആക്റ്റീവ്നെസ് ഒക്കെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ പോയത് ഒരു 6 മാസമൊക്കെ പ്രായമുള്ളൊരു നട്ടറിൻ്റെ കുളത്തിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോയിൽ കാണാൻ പറ്റും, ഫിഷ് ഫീഡിട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ വന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ഫുഡെല്ലാം എടുത്ത് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ നമ്മൾ ഇവരുടെ ഫുഡ് എടുക്കലും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അടുത്തതായിട്ട് പിന്നെ ഇവർക്ക് ഇവിടെ തന്നെ ചെറിയൊരു ആമ്പലിൻ്റെ ഒരു സെയിലും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ആമ്പലിൻ്റെ സെയിൽ എന്ന് പറഞ്ഞാൽ പലതരം ആമ്പലുകളും പല വെറൈറ്റി ആമ്പലുകളുണ്ട്. നല്ല രസമുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഈ സൈഡിൽ മൊത്തം ഇരിക്കുന്നതും പല വെറൈറ്റി ആമ്പലുകളാണ് കേട്ടോ. ഇതൊക്കെ ഇവർക്ക് സെയിലും ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ മീനുകളും എല്ലാം സെയിലിനുള്ളതാണ്. പല പ്രായത്തിൽ പല ഇടത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പാക്കേജിൽ നല്ല രസമുണ്ട്. ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട്. നമ്മൾ പിന്നെ അടുത്ത് ചെന്നത് ഇവരുടെ ഒരു ഷെൽസിൻ്റെ മ്യൂസിയം ഉണ്ട് കേട്ടോ. അത് നല്ല രസമാണ്. നമ്മൾ കാണാത്ത പലതരം ഷെല്ലുകൾ ഇവരുടെ കയ്യിൽ ശേഖരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ഒന്നും മൊത്തം കാണിച്ചില്ല, വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഷോർട്ടാക്കിയാണ് കാണിച്ചേക്കുന്നത്. ചെറിയ ചെറിയ ഈ ഇരിക്കുന്ന ഷെൽസ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ഷെൽസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മറ്റേ നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഹിന്ദു മിത്തോളജിയിലൊക്കെ മറ്റേ ശംഖ് ഊതുന്ന പോലത്തെ ഒരു ഇതില്ല, അത് ഈ കാണുന്ന ശംഖുകളാണ് കേട്ടോ. പിന്നെ അങ്ങനെ കുറേ നല്ല വെറൈറ്റി ഡിസൈൻസിലുള്ള ശംഖുകളും പിന്നെ ചെറിയ ചെറിയ ഷെല്ലുകളും ഒക്കെ കണ്ടു. പിന്നെ ഇതിനകത്ത് തന്നെ നമുക്ക് ലൈവായിട്ടുള്ള മറ്റേ ഓയിസ്റ്റർ ഷെല്ല് കാണാം കേട്ടോ. മറ്റേ നമ്മൾ ഈ പേള് മുത്തെടുക്കില്ലേ അങ്ങനെ. പിന്നെ ഈ ഇരിക്കുന്നത് ഒരു ഗോപുരം പോലത്തെ, അതും ഭയങ്കര റെയറായിട്ടുള്ളൊരു ശംഖാന്നാണ് കേട്ടോ ഗീത ചേച്ചി പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ ഇരുന്ന ഫുൾ കാര്യങ്ങളെല്ലാം കണ്ട് നല്ല രസത്തിൽ മ്യൂസിയത്തിൽ മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇതുപോലെ പണ്ട് കർട്ടൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്നാണ് ഗീത ചേച്ചി പറഞ്ഞത്. അതായത് ചെറിയ ശംഖ് കൊണ്ടുള്ള ഇത് മാലയിൽ കോർത്തിട്ടിരിക്കുകയാണ്. അത് വെച്ച് പണ്ട് കർട്ടനൊക്കെ ഉണ്ടാക്കുമായിരുന്നു പണ്ട് കാലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ ഈ ചെറിയ ചെറിയ കക്കയും ചെല്ലും കൊണ്ടൊക്കെ ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത് അടിപൊളി രസമുള്ള കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കുഞ്ഞു പ്രതിമകളും വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മീനുകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഓയിസ്റ്റർ ഷെല്ല് കേട്ടോ. മറ്റേ പേള് ഉണ്ടായി വരുന്ന ഷെല്ലാണ് ഇത്. ഞാൻ ആർട്ടിഫിഷ്യലി കളർ കൊടുത്താണെന്നൊക്കെയാണ് ഇത് ആദ്യം കണ്ട പുറത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞല്ല, ഇത് നാച്ചുറലാണ്, ഇത് ശരിക്കുള്ള കളറാണെന്ന് പറഞ്ഞു. പിന്നെ ഈ കബഡി നിരത്തുന്ന പോലത്തെ ചെറിയ ചെറിയ ഈ കക്കകൾ, അങ്ങനത്തെ ഒത്തിരി നല്ല രസമുള്ള കക്കകളൊക്കെ ഉണ്ട് കേട്ടോ. പല വെറൈറ്റി കക്കകളുണ്ട്. നമ്മളിത് കാണുമ്പം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഷെൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധാരണ ബീച്ചിൽ പോകുമ്പോൾ ചെറിയ ചെറിയ കക്കയും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിലും ഈ ടൈപ്പ് സാധനങ്ങളൊന്നും നമ്മൾ പകുതി മുക്കാൽ പേരും കാണാത്ത സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഷെല്ലുകളിൽ തന്നെ വലംപിരി, ഇടംപിരി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വലത്തെ സൈഡിൽ നിന്ന് ഓപ്പണിംഗ് ഉള്ളതും ഇടത്തെ സൈഡിൽ നിന്ന് ഓപ്പണിംഗ് ഉള്ളതൊക്കെ. പിന്നെ നമ്മൾ ഈ +2 പഠിച്ചേക്കുന്ന സുവോളജി പഠിച്ചവർക്കൊക്കെ അറിയാം, ഈ ഹെർമിക് ക്രാബ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ഷെല്ലുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനത്തെ നല്ല രസമാണ് കേട്ടോ. കുറേ ടൈപ്പ് ഉണ്ട്. എല്ലാം കൂടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഇതോടെ തീർക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെ ഷെല്ലും കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയ കൊട്ടവഞ്ചി റൈഡ് ഉണ്ട് കേട്ടോ. ഈ ഏരിയയിൽ കൂടെയാണ് ആ കൊട്ടവഞ്ചി റൈഡ് നടത്തുന്നത്. അതുപോലെ തന്നെ അത് മാത്രമല്ല കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ 250 രൂപയുടെ ചെറിയ പാക്കേജാണ്. അപ്പോൾ അതിൽ ഒരു 4-5 ഗെയിംസ്, അതായത് പ്രൈസുള്ള ഗെയിംസാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നേരെ ഒരു ബാസ്കറ്റ് ബോളിൻ്റെ ആണ്. അപ്പോൾ എന്നോടൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒറ്റ ഇടിയിൽ തന്നെ ഞാൻ ഇട്ടുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടി കേട്ടോ. അപ്പോൾ സമ്മാനം തരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ മാത്രം കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പം ഈ ഒരു ഏരിയയിൽ ഫുള്ള് കുഞ്ഞ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും പിന്നെ വേറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ പാക്കേജിൽ പിന്നെ ഫുഡുണ്ട്. അപ്പോൾ അത് 500 രൂപയുടെ പാക്കേജ് പെർ ഹെഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫുഡും എല്ലാം കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. പലതരം ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എനിക്ക് കിട്ടിയ പ്രൈസ് കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് തന്നെ കുറച്ച് ടൂറിസ്റ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2 പേരെ കൂടെ എനിക്ക് കമ്പനിക്ക് കിട്ടി. വേറെ 2 പേരുടെ പേരെന്താ? ക്ലാര, ലാവണ്യ. 2 പേരും ഇവിടെ ഉള്ളവരാണോ? കോതമംഗലുള്ളതാണ്. വർക്ക് ചെയ്യണോ? ആണോ? എവിടെ വർക്ക് ചെയ്യുന്നത്? കോർപ്പറേറ്റീവ് ബാങ്കിൽ. അങ്ങനെ അവരുടെ ഗെയിംസും ഇതൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമായിരുന്നു. 2 പേരും നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ നല്ല കോമഡി ആയിരുന്നു കേട്ടോ. 2 പേരും വാശിക്കാണ്. 2 പേരും കൂടെ മത്സരിച്ച് ഓരോ ഗെയിംസും കളിക്കുന്നത്. പിന്നെ അവർക്ക് അതിൻ്റെ പ്രൈസും ഇതൊക്കെ കിട്ടി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത നേരെ പോയത് കൊട്ടവഞ്ചി റൈഡിലേക്ക് കേട്ടോ. പക്ഷേ കൊട്ടവഞ്ചി റൈഡ് എത്തിയപ്പോൾ തന്നെ അതേ നിങ്ങൾക്ക് കാണാം, മഴ പെയ്ത് ആകെ കുളമായി. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കിനും അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന റൈഡിലെ ആൾക്കാർ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. ചേർത്തലയിൽ നിന്ന് വന്നൊരു ഫാമിലി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ മഴ കാരണം അവരുടെ കറക്റ്റ് റൈഡ് തീർന്നപ്പോഴാണ് മഴ പെയ്ത് തുടങ്ങിയത്. പിന്നെ മഴയാണ്ട് അവർക്ക് അവിടെ നമുക്ക് ഇരിക്കാനുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറി ഞാനങ്ങ് ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മഴ ചെറുതായിട്ടൊന്ന് തണുത്തപ്പം അവരുടെ ബാക്കിയുള്ള ഫിഷ് ഫാമിൻ്റെ ഏരിയയും കൂടെ കാണാൻ വേണ്ടി ചുമ്മാ ഇറങ്ങിയതാണ്.
നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മറ്റേ വലിയ വീപ്പ പോലത്തെ പ്ലാസ്റ്റിക് ജാറ് കെട്ടിയാണ് ഇവിടുത്തെ ഈ നടക്കാനുള്ള ഈ ഒരു പലകയൊക്കെ അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്നൊക്കെ പോകും. പെട്ടെന്ന് ആദ്യമായിട്ട് ചവിട്ടുമ്പോൾ പേടിച്ചു കൂട്ടും. പക്ഷേ നല്ല രസമാണ്. ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ. അവരുടെ ഫുഡിനകത്ത് ഇവിടെ നിന്ന് തന്നെ അവർ പിടിച്ച മീൻ നമുക്ക് കഴിക്കാനായിട്ട് റെഡിയാക്കി തരും, കറിയൊക്കെ വെച്ച്. അടിപൊളിയാണ്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ, കുറച്ച് വെറൈറ്റി ഐറ്റംസ്, കുറച്ച് വെറൈറ്റി ഷെല്ലുകൾ, ചെറിയ കാറ്റസ് പ്ലാന്റ്സ്, അതൊക്കെ നമുക്ക് വീട്ടിൽ പോകുമ്പോൾ മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വിൽക്കാനൊക്കെ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മഴയൊന്ന് ചെറുതായിട്ട് തോർന്നപ്പോഴത്തേക്കിനും ഞാൻ വീണ്ടും ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഗീത ചേച്ചിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു സൈക്കിൾ റൈഡായിരുന്നു, വാട്ടറിൻ്റെ മുകളിൽ കൂടെ. നല്ല രസമായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ പണ്ട് വന്ന പ്രളയത്തിൽ ഇത് മൊത്തം നശിച്ചു പോയായിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ 1 വർഷത്തോളം അടച്ചിടേണ്ടിയൊക്കെ വന്നു. അതുകൊണ്ട് കുറേ ആക്ടിവിറ്റീസൊക്കെ നിന്ന് പോയെന്ന് ആണ് ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഇനിയും വീണ്ടും റിനോവേറ്റ് ചെയ്യാൻ പോവാണെന്നാണ് പറഞ്ഞത്. വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് അടിപൊളിയാക്കി ചെറിയ റൂം സ്റ്റേ ഒക്കെ പോലെ സെറ്റ് ചെയ്ത് നൈറ്റൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കിയെടുക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് ഈ കാണുന്ന ഒരു കുട്ടികൾക്ക് വേണ്ടി, ഈ ടൂർ വരുന്ന കുട്ടികൾക്ക് വന്ന് ഇവിടെ കുളിക്കാനും ഈ വെള്ളത്തിലിറങ്ങി കളിക്കാനും ഒക്കെ ഉള്ളൊരു സൗകര്യമൊക്കെ അവർ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇനി വീണ്ടും റിനോവേറ്റ് ചെയ്യണം. ഇപ്പോൾ ആകെ മൊത്തം അലമ്പായി കിടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് മൂവാറ്റുപുഴ ആറ് ഒഴുകുന്നതെന്നാണ് പറഞ്ഞു കേട്ടോ. ഫുള്ള് മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി നമുക്ക് നിൽക്കേണ്ടി വന്നു. പിന്നെ ലാസ്റ്റ് പിന്നെയും മഴയൊന്ന് തോർന്നപ്പം നേരെ ഒന്നും നോക്കിയില്ല, അടുത്ത നേരെ ചെന്ന് നമ്മൾ കൊട്ടവഞ്ചിയിലേക്കും കയറി. അപ്പോൾ നമ്മുടെ ആൻ്റണി ചേട്ടൻ നമ്മുടെ വഞ്ചിക്കകത്തെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ല അടിപൊളിയാക്കി തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടോ. എന്നിട്ട് ഞാൻ കയറിയ എൻ്റെ കൂടത്ത് ഒരു ആലപ്പുഴയിൽ നിന്ന് ചെറിയൊരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ കാണുന്ന ഈ വെള്ളക്കെട്ടിന് വലിയ താഴ്ചയൊന്നുമില്ല, ഒരു അരയാൾ താഴ്ചയൊക്കെ ഉള്ളതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിപ്പോൾ പായലൊക്കെ പിടിച്ചിങ്ങനെ ഭയങ്കര കളർ വ്യത്യാസമൊക്കെ വന്ന് കിടക്കുന്നതാണ്. ഇതിൽ പിന്നെ മീനുകളും ഉണ്ട് കേട്ടോ, പലതരം മീനുകളും ഇതിനകത്തുണ്ടെന്നാണ് ആൻ്റണി ചേട്ടൻ പറഞ്ഞത്. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കൊട്ടവഞ്ചിയിലുള്ളൊരു യാത്ര. വഞ്ചിയിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഒരു ഫാമിലി ട്രിപ്പൊക്കെ വരുന്നവർ, 1 ഡേ ട്രിപ്പൊക്കെ വരുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആണെന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ ഇത്. കാരണം അതുപോലെ എൻജോയ് ചെയ്യാനും പിന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ നല്ല അടിപൊളിയാണ്. എന്തായാലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഇത്. എന്തായാലും റിനോവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഒന്നുകൂടി ഇവിടെ വരണമെന്നുണ്ട്. കാരണം എനിക്ക് അതുപോലെ പ്ലേസ് ഇഷ്ടപ്പെട്ടു. റൈഡ് പകുതി എത്തിയപ്പോൾ തന്നെ മഴയൊക്കെ ഭയങ്കരമായിട്ട് പെയ്യാൻ തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ആൻ്റണി ചേട്ടൻ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഈ വള്ളം ഇട്ട് നല്ല രീതിയിലങ്ങ് കറക്കും. കൊട്ടവഞ്ചി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പിടിച്ചിരിക്കാനും പറ്റില്ല. നമുക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ വെള്ളത്തിലേക്ക് തെന്നി വീഴുമെന്നൊക്കെ പേടിച്ചു പോകും. പക്ഷെ ഒന്നും പറ്റില്ല കേട്ടോ. പുള്ളിക്കാരൻ ഇതിൽ നല്ല എക്സ്പെർട്ടാണ്. അടിപൊളിയായിട്ട് നല്ല സ്പീഡിലിട്ട് നമ്മളെ കറക്കും. അതുപോലെ തന്നെ പങ്കായം വെച്ച് ആ വെള്ളത്തിലടിച്ച് സ്ലോ ചെയ്യുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് പേടിക്കുകയും ചെയ്യും. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടിപൊളി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ പിന്നെ ഒരു ബോട്ടിങ്ങും കൂടെ വരുന്നു കേട്ടോ. അത് ഈ കുളങ്ങളിലല്ല, സൈഡിൽ ഒഴുകുന്ന ആറ്റിലൂടെ ഒരു 2 മണിക്കൂറത്തെ ബോട്ടിങ്ങും കൂടെ ഉണ്ട് കേട്ടോ. അതും അടിപൊളിയാണ്. അപ്പോൾ അതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് മഴ കാരണം അതിലൊന്നും കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.